ചെറുതെങ്കിലും ഇമ്മിന് വലിയ കാര്യം. സംവൺ വാണ്ട്സ് ടു സേ സംതിങ് ടു സംവൺ. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. ആ ഒരു ഡയലോഗ് ഇന്ന് വളരെ പ്രശസ്തമാണ്. അത് ഏത് സിനിമയിലേതാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം. എൻ്റെ 12ാമത്തെ വയസ്സിലാണ് ആദ്യമായി അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ കേൾക്കുന്നത്. 2000 ഡിസംബർ 30. ഡിസംബർ 30 എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞാനും ചേച്ചിയും അച്ഛനും അമ്മയും അടങ്ങുന്ന ചെറിയ കുടുംബം ആ ദിവസം തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ട്. അന്നും ഞങ്ങൾ സിനിമ കണ്ടു. 2 സിനിമകളാണ് ഞങ്ങൾ കണ്ടത്. 11:30 ദേവദൂതൻ, അതിനുശേഷം ടോപ്പ് ഫോമിൽ പോയി ഒരു ബിരിയാണി കഴിച്ചു. 4 മണിക്ക് ദാദാ സാഹിബ്. അന്ന് ദേവദൂതൻ എന്ന സിനിമ ഒന്നും മനസ്സിലാവാതെയാണ് ഞാനിരുന്ന് കണ്ടതെങ്കിലും അതിലെ പാട്ടുകളും 7 ബെൽസിൻ്റെ മിസ്റ്ററിയും നിഖിൽ മഹേശ്വരനെ ആക്രമിച്ച നായ്ക്കളുടെ മുരൾച്ചയും ഇന്നും എൻ്റെ കാതിലുണ്ട്. ഇന്നിതാ വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ വീണ്ടും തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നു. അതേ ആവേശത്തോടെ ആദ്യ ദിവസം തന്നെ അത് ആസ്വദിക്കാനും എനിക്ക് സാധിച്ചു. അന്ന് ആ സിനിമ സംഭവിക്കുമ്പോൾ ഉണ്ടായ പല അനുഭവങ്ങൾ പല അഭിമുഖങ്ങളിലൂടെയും നമുക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കും. സിബി സാറിൻ്റെയും പാലേരി സാറിൻ്റെയും വിദ്യാജയുടെയും എല്ലാം അഭിമുഖങ്ങൾ സമ്മാനിച്ചത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ദേവദൂതൻ സിനിമയുടെ റിലീസിന് മുമ്പ് രഘുനാഥ് പാലേരിയും സിബി മലയിലും ചേർന്ന് ഒരുപാട് അഭിമുഖങ്ങൾ നൽകിയിരുന്നു. അതിലൊന്നിലാണോ എന്നെനിക്ക് ഓർമ്മയില്ല, സിബി സാർ ഒരു വാക്ക് പറയുകയുണ്ടായി. ദേവദൂതൻ എന്ന സിനിമയ്ക്ക് കാരണമായ ഒരു ത്രെഡിനെ കുറിച്ച്, അസ്ഥികൂടവുമായുള്ള ഒരു പ്രണയത്തെക്കുറിച്ചുള്ള ഒരു കഥ. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങും മുമ്പ് മറ്റൊരു ചോദ്യവുമായി ആങ്കർ വന്നു. ആ ഒരു ഡിസ്കഷനിലേക്ക് അവർ പിന്നീട് പോവുകയും ചെയ്തു. ആ സമയം മുതൽ എൻ്റെ മനസ്സ് അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഏത് കഥയെക്കുറിച്ചായിരിക്കും സിബി സാർ പറയാൻ തുടങ്ങിയത്? ഏത് കഥയായിരിക്കാം ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ത്രെഡായത് എന്ന്? അതേക്കുറിച്ച് ഒരുപാട് ഞാൻ അന്വേഷിച്ചു. അസ്ഥികൂടവുമായുള്ള പ്രണയം, അങ്ങനെ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വാക്ക് വെച്ച് 2 ആഴ്ചകളോളം ഞാൻ അന്വേഷിച്ചു. പക്ഷേ ആ കഥ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ആ യാത്രയിൽ ഞാനൊരു കഥ കേട്ടു. ആ കഥയ്ക്കും ദേവദൂതൻ എന്ന സിനിമയ്ക്കും തമ്മിലൊരു ബന്ധമുണ്ട്. ആ കഥ നിങ്ങളും ഒന്ന് കേട്ടു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു ബന്ധം തോന്നിയാലോ. അലാസ്കയിലും നോർത്തേൺ കാനഡയിലും സൈബീരിയയിലുമെല്ലാം കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇനോട്ട് സംസ്കാരം. കടലിലും കാട്ടിലുമുള്ള പല ദൈവങ്ങളെക്കുറിച്ചുമുള്ള നാടോടി കഥകൾ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൽ പറഞ്ഞു കേട്ട ഒരു കഥയാണ് ദ സ്റ്റോറി ഓഫ് എ സ്കെൽട്ടൺ വുമൺ. ഒരുപാട് വേർഷനുകളുള്ള ഒരു കഥയാണിത്. ആ കഥ ആരംഭിക്കുന്നത് സെഡ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നുമാണ്. 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സെഡ്ന. ഒരു ദിവസം അവളൊരു കടൽ തീരത്തിരിക്കുകയായിരുന്നു. അവളുടെ തൊട്ടടുത്തായി കുറേ കടൽ കാക്കകളും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളത് ശ്രദ്ധിച്ചത്. ആ കാക്കകളുടെ കൂട്ടത്തിൽ ഒരു കാക്ക തന്നെ നോക്കി നിൽക്കുന്നു. അത് വെറും തോന്നലാണ് എന്നവർ കരുതി. പക്ഷേ അവൾക്ക് മനസ്സിലായി, ആ കാക്കയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ദിവസങ്ങളോളം ഇത് ആവർത്തിച്ചു. ഒരു ദിവസം ആ കാക്ക പറന്നു വന്ന് സെഡ്നയുടെ അടുത്തിരുന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. സെഡ്ന കാക്കയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, ഞാനെങ്ങനെയാണ് ഒരു കാക്കയെ വിവാഹം കഴിക്കുക എന്ന്. പെട്ടെന്ന് തന്നെ ആ കാക്ക വേഷം മാറി. അത് ഒരു രാജകുമാരനായി മാറി. അയാൾ പറഞ്ഞു, കടലിനപ്പുറത്തുള്ള ഒരു രാജ്യത്ത് നിന്നുമാണ് ഞാൻ വരുന്നത്. ഞാൻ അവിടുത്തെ രാജകുമാരനാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്ക് സമ്മതമെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാം. ആ രാജകുമാരനെ കണ്ട് അവളുടെ മനസ്സ് കൊതിച്ചു. അവൾക്ക് അത് സമ്മതമായിരുന്നു. അങ്ങനെ അവർ അപരിചിതമായ ആ ലോകത്തെത്തി. കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരവും മനോഹരമായ നഗരവും കണ്ട് അവൾക്ക് സന്തോഷം തോന്നി. അവൾക്കവിടം ഇഷ്ടമായി. പക്ഷെ അപ്പോഴും അവളുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടായിരുന്നു. താൻ തിരികെ വരുന്നതും കാത്ത് വീട്ടിലിരിക്കുന്ന അച്ഛൻ. ഒരു ദിവസം അവൾ കണ്ടു ദൂരെ നിന്നും തോണി തുഴഞ്ഞു വരുന്ന അച്ഛനെ. അയാൾ അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, താൻ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എന്നും അച്ഛൻ സമാധാനമായി പോയിക്കൊള്ളൂ എന്നും. എന്നാൽ അതിന് അയാൾ തയ്യാറായില്ല. അവൾ പറഞ്ഞതൊന്നും ചെവികൊള്ളാതെ അയാൾ അവളെ തോണിയിലേക്ക് വലിച്ചിഴച്ച് ആഞ്ഞു തുഴയാൻ തുടങ്ങി. അവൾക്കിവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പലതവണ അയാളോട് അപേക്ഷിച്ചുവെങ്കിലും അതൊന്നും കേൾക്കാൻ അയാൾ തയ്യാറായില്ല. അല്പദൂരം മുന്നോട്ട് പോയപ്പോഴും അവൾ പറഞ്ഞു, തനിക്ക് തിരികെ പോകണം എന്ന്. ദേഷ്യമൂത്ത അയാൾ അവളെ കടലിനുള്ളിലേക്ക് തള്ളിയിട്ടു. മുങ്ങിപ്പോവാതിരിക്കാൻ അവൾ തോണിയിൽ അള്ളിപ്പിടിച്ചിരുന്നു. അറയിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് വാശി കൊണ്ട് അയാൾ തൻ്റെ മകളുടെ കൈവിരലുകളിൽ ആഞ്ഞു വെട്ടി. വിരലറ്റുപോയ അവൾ കടലിനടിത്തട്ടിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. കഠിനമായ വേദനയിൽ ഉറക്ക കരഞ്ഞിട്ടും കൊടും തണുപ്പുള്ള ആ സമുദ്രത്തിൽ നിന്നും അവളുടെ ശബ്ദം
പുറത്തു വന്നില്ല. കാലങ്ങൾക്ക് ശേഷം കടലിൽ ചൂണ്ടയിടാനായി പോയതായിരുന്നു ഒരു മുക്കുവൻ. കടലിൽ ഒരിടത്ത് തോണി ഒതുക്കി അയാൾ മെല്ലെ ചൂണ്ടയിട്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ ശ്രദ്ധിച്ചു, അയാളുടെ ചൂണ്ടയിൽ എന്തോ ഒന്ന് കുരുങ്ങിയതുപോലെ. അയാൾ മെല്ലെ വലിച്ചു നോക്കി. ഇല്ല, നല്ല ഭാരമുള്ള എന്തോ ഒരു വസ്തുവാണ്. അത് പെട്ടെന്ന് പോരുന്നില്ല. അയാൾ ആഞ്ഞു വലിച്ചു. ഒന്നും സംഭവിക്കുന്നില്ല. സർവശക്തിയും എടുത്ത് അയാൾ തോണിയിലേക്ക് എന്തോ ഒരു വസ്തു വലിച്ചു കയറ്റി. ആ തോണിയിലേക്ക് വന്ന് പതിച്ചത് ഒരു അസ്ഥികൂടമായിരുന്നു. തൻ്റെ മേലേക്ക് വന്ന് വീണ അസ്ഥികൂടത്തെ കണ്ട് ഭയന്ന് വിറച്ച് അയാൾ കടലിലേക്ക് എടുത്തു ചാടി. അല്പം മാറി നിന്ന് അയാൾ തോണി ശ്രദ്ധിച്ചു. ഇല്ല, അനക്കമൊന്നുമില്ല. അയാൾ മെല്ലെ മെല്ലെ നീന്തി തോണിയുടെ അടുത്തേക്ക് വന്നു. തോണിയിൽ അള്ളിപ്പിടിച്ച് തോണിക്കുള്ളിലേക്ക് നോക്കി. അസ്ഥികൂടം അനങ്ങാതെ അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഇതൊരു പഴകിയ അസ്ഥികൂടമാണ്. അതിൻ്റെ തലയോട്ടിയിലും വാരിയെല്ലിനുള്ളിലുമെല്ലാം കക്കകൾ കൂടുകൂട്ടിയിരിക്കുന്നു. ഇതേതോ ചെകുത്താൻ്റെ അസ്ഥികൂടമാണ് എന്ന് ഭയന്ന് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്. അയാൾ മെല്ലെ തോണിക്കകത്തേക്ക് കയറി. എനിക്കെന്തിനാണ് ഈ അസ്ഥികൂടം? അയാൾ അതെടുത്ത് കടലിലേക്കിട്ട് കരയിലേക്ക് ആഞ്ഞു തുഴഞ്ഞു. തിരിഞ്ഞു നോക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. അതിവേഗത്തിൽ അയാൾ കരയെ ലക്ഷ്യമാക്കി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. ദൂരെ കര കണ്ടപ്പോൾ അയാൾക്കൊരു സമാധാനമായി. അയാൾ മെല്ലെ തിരിഞ്ഞു നോക്കി. അയാൾ കണ്ടത് തോണിയോടൊപ്പം നീന്തി വരുന്ന അസ്ഥികൂടത്തെയായിരുന്നു. ആ കാഴ്ച കണ്ട് ഭയന്ന് അയാൾ കടലിനുള്ളിലേക്ക് എടുത്തു ചാടി അതിവേഗത്തിൽ നീന്തി കരപറ്റി. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളോടൊപ്പം തന്നെ കരയിലേക്ക് വലിഞ്ഞു കയറി വരുന്ന അസ്ഥികൂടത്തെയാണ് അയാൾ കണ്ടത്. അവിടെ നിന്നും ഭയന്ന് അയാളോടി തൻ്റെ വീടിനുള്ളിൽ കയറി വാതിലടച്ചു. തൊട്ടു പിന്നാലെ വാതിലിൽ വന്ന് അസ്ഥികൂടം ഇടിക്കുന്ന ശബ്ദവും അയാൾ കേട്ടിരുന്നു. ഭയന്ന് വിറച്ച് അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി കാതോർത്തു. അപ്പോഴും വാതിലിനപ്പുറത്തുള്ള അസ്ഥികൂടത്തിൻ്റെ അനക്കം അയാൾക്ക് കേൾക്കാമായിരുന്നു. കത്തിച്ച വിളക്കുമായി ധൈര്യം സംഭരിച്ച് അയാൾ മെല്ലെ വാതിൽ തുറന്നു നോക്കി. വാതിലിന് തൊട്ടു താഴെ അസ്ഥികൂടം കിടക്കുന്നു. അതിന് അനക്കമൊന്നുമില്ല. പെട്ടെന്നാണ് അയാൾ ശ്രദ്ധിച്ചത്, അയാളുടെ കയ്യിൽ ഒരു ചൂണ്ടക്കയർ കുടുങ്ങിയിരിക്കുന്നു. അതിൻ്റെ മറ്റേ അറ്റം അസ്ഥികൂടത്തിൻ്റെ വാരിയെല്ലിലും. തനിക്ക് പറ്റിയ അമളിയോർത്ത് അയാൾ ചിരിച്ചു. എന്തായാലും ക്ഷണിക്കാതെ വന്ന അതിഥിയെ അയാൾ വീട്ടിലേക്ക് കയറ്റി സൽക്കരിച്ചു. വീടിനകത്തേക്ക് അസ്ഥികൂടത്തെ കയറ്റി വെച്ച് വിളക്കിൻ്റെ വെളിച്ചത്തിൽ അയാൾ അതിനെ സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ വാരിയലുകൾക്കിടയിൽ കൈ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. അതെല്ലാം അയാൾ ശരിയാക്കി തൻ്റെ കട്ടിലിന് താഴെ ഒരു മെത്ത വിരിച്ച് അസ്ഥികൂടത്തെ അതിൽ കിടത്തി അയാൾ ഒരുപാട് കഥകൾ അതിനോട് പറഞ്ഞു. അതിൻ്റെ ഇടത്തെ കൈയിലെ വിരലുകൾ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. കാലങ്ങൾ പഴക്കമുള്ള അസ്ഥികൂടമല്ലേ, അത് ദ്രവിച്ചു പോയതായിരിക്കാം എന്ന് അയാൾ കരുതി. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അയാൾ ക്ഷീണിച്ച് ഉറങ്ങി. നന്നേ ക്ഷീണിച്ചതുകൊണ്ടായിരിക്കാം ഉറക്കത്തിൽ അയാൾ എന്തോ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അടഞ്ഞ കണ്ണുകളുടെ കോണുകളിലൂടെ മെല്ലെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ആ തുള്ളി വന്ന് പതിച്ചത് അസ്ഥികൂടത്തിലായിരുന്നു. അത് വീണിടം മാംസം നിറയാൻ ആരംഭിച്ചു. പതിയെ അസ്ഥികൂടത്തിന് അനക്കം സംഭവിച്ചു. അത് എഴുന്നേറ്റ് മുക്കുവൻ്റെ കണ്ണിലെ കണ്ണുനീർ കുടിച്ചു തുടങ്ങി. ആർത്തിയോടുകൂടി ഓരോ തുള്ളിയും ഓരോ നദിയായി അവൾക്ക് അനുഭവപ്പെട്ടു. വർഷങ്ങൾ പഴക്കമുള്ള ദാഹം തീരുന്നത് പോലെ പതിയെ വർഷങ്ങൾക്ക് മുന്നേയുള്ള സെഡ്നയായി ആ അസ്ഥികൂടം മാറുകയായിരുന്നു. സുന്ദരിയായ സെഡ്ന. അവൾ എഴുന്നേറ്റ് കണ്ണ് തുറന്നു നോക്കി. കണ്ണടച്ച് കിടക്കുന്ന ആ മുക്കുവന് അവളുടെ രാജകുമാരൻ്റെ മുഖമായിരുന്നു. ഈനോട്ട് നാടോടി കഥകളിൽ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് ദ സ്റ്റോറി ഓഫ് സ്കെൽട്ടൺ വുമൺ. ഈ ഒരു കഥ ആദ്യമായി വായിച്ചപ്പോൾ ഒരു ഞെട്ടലാണ് എനിക്കുണ്ടായത്. ഒരുപക്ഷെ ഈ കഥ കേട്ട നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനൊരു ഞെട്ടൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. ദേവദൂതന് ത്രെഡായ കഥ ഇത് തന്നെയാണോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല, പ്രത്യേകിച്ചും ചില സാഹചര്യങ്ങളിൽ. പ്രാവായി വന്ന കടൽക്കാക്കയായി വന്ന രാജകുമാരനുമായുള്ള പ്രണയം എതിർത്ത് പെൺകുട്ടിയുടെ വില്ലനായ അച്ഛൻ, തോണിയിൽ നിന്നും മുങ്ങിപ്പോവാതിരിക്കാൻ അള്ളിപ്പിടിച്ചപ്പോൾ വാളുകൊണ്ട് വിരൽ വെട്ടിയ ഭാഗവും വിരലറ്റുപോയ അസ്ഥികൂടവും ചിലപ്പോൾ ദേവദൂതന് പ്രചോദനമായിരിക്കാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നാടോടി കഥയാണ് ദ സ്റ്റോറി ഓഫ് സ്കെൽട്ടൺ വുമൺ. അതിന് ഒരുപാട് വേർഷനുകളുള്ളതായി ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ പെൺകുട്ടിയുടെ അച്ഛൻ വില്ലനായി മാറിയതുപോലെ രാജകുമാരൻ വില്ലനായിട്ടുള്ള വേർഷനുകളും ഈ കഥയ്ക്ക് ലഭ്യമാണ്. ശരിക്കും ഈ ഒരു കഥ വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു സിനിമാറ്റിക് അനുഭവമാണ് ഉണ്ടായത്. ഇതൊരു സിനിമയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു. ഒരു ഹൊറർ കോമഡി റൊമാൻറ്റിക് ത്രില്ലർ.
പ്രത്യേകിച്ചും കടലിൽ നിന്നും അസ്ഥികൂടം തോണിയിലേക്ക് വീഴുന്ന ഭാഗവും അതിവേഗത്തിൽ തോണി തുഴയുമ്പോൾ തോണിയെ പിന്തുടരുന്ന അസ്ഥികൂടവുമെല്ലാം എനിക്കൊരു സിനിമാറ്റിക് അനുഭവമാണ് തന്നത്. അവസാനം ആ അസ്ഥികൂടത്തിൽ നിന്നും സുന്ദരിയായ യുവതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അത് വളരെ മനോഹരമായി ഒരു കവിത പോലെയാണ് ആ കഥയിൽ എഴുതിയിട്ടുള്ളത്. അതിവിടെ കൃത്യമായി ഞാൻ വിശദീകരിച്ചിട്ടില്ല, കാരണം വിശദീകരിക്കുകയാണെങ്കിൽ ഇതൊരു അഡൽട്ട് കണ്ടന്റായി മാറുമായിരുന്നു. കാരണം അവളുടെ ഓരോ അവയവങ്ങളെയും അത്രയ്ക്കും മനോഹരമായി ഒരു കവിത പോലെയാണ് ആ കഥയുടെ അവസാനം വിശദീകരിച്ചിട്ടുള്ളത്. ദേവദൂതൻ എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് ദ സ്കെൽട്ടൺ വുമൺ എന്ന നാടോടി കഥയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ദേവദൂതൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ വളരെയധികം ഡെപ്തുള്ള ഒരു കഥയാണ് ദ സ്കെൽട്ടൺ വുമൺ എന്ന നാടോടി കഥ. എന്നെങ്കിലും അതൊരു സിനിമയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും ഇന്നെനിക്കുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആർക്കോ ആരോടോ പറയാനുള്ള ഒന്നായിരിക്കാം ചിലപ്പോൾ ഇത്. അതിന് ഞാൻ ഒരു കാരണമായതായിരിക്കാം.